ചാലക്കുടിയിൽ മാജിക് എക്സ്പോ വന്നിരിക്കുകയാണ്. ഫാമിലി ആയിട്ട് ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോന്നാൽ മതിയിട്ടാ. സ്ഥലം വരുന്നത് നമ്മുടെ ട്രാംവേ റോഡിലാണ്, മൂലൻസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ. 120 രൂപയാണ് എൻട്രി ഫീസ് എങ്കിലും ഒരുപാട് കാഴ്ചകൾ ഇതിൻ്റെ സംഘാടകർ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിറങ്ങി കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നിയത് കൊടുത്ത പണം മുതലായി എന്നുള്ളൊരു ഫീലിങ്സ് തന്നെയായിരുന്നു. പിന്നെ ഇതിനകത്തൊരു 360 ഡിഗ്രിയിൽ കറങ്ങി വീഡിയോ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിനൊക്കെ അഡീഷണൽ 50 രൂപ വെച്ച് നമ്മൾ കൊടുക്കേണ്ടി വരും. കുട്ടികളെ ആകർഷിക്കാനായിട്ട് ഇതുപോലുള്ള കുറേ കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. എന്തു തന്നെയായാലും 55 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ എക്സ്പോ ചാലക്കുടിക്കാരെ സംബന്ധിച്ച് ഒരു എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ്. അറിയാലോ, ചാലക്കുടി പെരുന്നാൾ വരുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. ഇത്തവണ ട്രാംവേ റോഡ് ജനസാഗരമായി തീരുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. മറൈൻ ഫിഷുകളുടെ ഒരു വലിയ ശേഖരം തന്നെയാണ് ഇവർ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. സെനഗൽ എന്ന ഈ മുതലിനെ കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നും. ശരീരത്തിൽ കണ്ണുകൾ വരച്ച പോലുള്ള മീനുകൾ കാണാൻ കൊള്ളാം. നമ്മുടെ കൈകൾ ഇങ്ങനെ വെക്കുമ്പോൾ കൈകളുടെ അടുത്തേക്ക് ഓടി വരുന്ന ഈ മീനുകൾ ഒരു ആകർഷണം തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ചെറുതും വലുതുമായി കുറേ മീനുകളുണ്ട്. പ്രണയിച്ച് നിൽക്കുന്ന മീനുകൾ കണ്ട. ഇതാണ് ലങ് ഫിഷ്. ഇതിന് ഇടയ്ക്കിടെ വായു ശ്വസിക്കണം. ഇങ്ങനെയുള്ള വായു ശ്വസിച്ച് ജീവിക്കുന്ന 6 ലങ് ഫിഷ് സ്പീഷീസുകൾ ഉണ്ടെന്നാണ് ഗൂഗിളിൽ കാണുന്നത്. ചുമ്മാ ഇരിക്കുന്ന നേരത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കണേ. ഈ ടണലിനകത്തോട് നടക്കാനായിട്ടൊരു പ്രത്യേക വൈബാണ്. അവിടെ കൊടുത്തിരിക്കുന്ന ബ്ലൂ കളർ ലൈറ്റിങ്ങും അതിനിടയിലൂടെ ഇങ്ങനെ ഓടിപ്പോകുന്ന കുറേയധികം മീനുകളും എത്ര നേരം നോക്കി നിന്നാലും നമുക്ക് മതിയാവില്ല. കുട്ടികൾക്കാണെങ്കിൽ പറയും വേണ്ട, അവരിങ്ങനെ നോക്കി നടക്കും. എക്സ്പോ തുടങ്ങിയിട്ട് 2ാമത്തെ ദിവസമായതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് അത്ര വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ചില ഫാമിലീസൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അവർക്കിടയിലൂടെ വന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എല്ലാം പകർത്തിയത്. മറൈൻ വേൾഡിൽ പോയിട്ടുള്ളവർക്കറിയാം, അവിടെ മീനുകളുടെ ഫോട്ടോ എടുക്കുന്നതിന് ഫ്ലാഷ് ഉപയോഗിക്കുന്നതിനൊക്കെ അവർ സമ്മതം നൽകാറില്ല. പക്ഷേ ഇവിടെ അങ്ങനെയുള്ള പെർമിഷനൊന്നും ആവശ്യമില്ല കേട്ടോ. കുട്ടിക്കഥകളിലൊക്കെ കേട്ടറിഞ്ഞിട്ടുള്ള മത്സ്യകന്യകയെ കാണാനുള്ളൊരു അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സെക്ഷനിൽ ഒരു ഇത്തിരി ഫിനിഷിംഗ് കുറവുണ്ട്. അത് പരിഹരിച്ചാൽ ഒന്നുകൂടി നന്നാക്കാമായിരുന്നു. ചില ദിവസങ്ങളിൽ കന്യക മാറി പുരുഷന്മാരും ഈ ജോലി ചെയ്യുന്നുണ്ടതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ ലുട്ടിനോ, ഗ്രീൻ, റെഡ് ഇഗ്വാനകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. കംബോഡിയൻ അണ്ണാനെയും ബ്ലാക്ക് ഫോക്സ് അണ്ണാനെയും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ്. വിവിധ തരം പാരറ്റുകളും ഗോൾഡൻ യെല്ലോ ഫെസൻറ്റും ഒക്കെ ഈ ഷോയുടെ ഒരു മുഖ്യ ആകർഷണം തന്നെയാണ്. നമ്മുടെ ഗഗൻമോൻ നടക്കുന്നതിനൊപ്പം തന്നെ നടന്നിരുന്ന ഒരു പാരറ്റിനെ മറക്കാനാവില്ല. അത്ര ക്യൂട്ടായിരുന്നു അത്. ബ്ലൂ, ഗ്രീൻ, പൈനാപ്പിൾ, യെല്ലോ തുടങ്ങിയ വിവിധ നിറങ്ങളുള്ള കോനൂർ പക്ഷികളും ഇതിനുള്ളിൽ കാണാൻ കഴിയും. അവ ഇങ്ങനെ കൊക്കുരുമി കൂട്ടുചേർന്നിരിക്കുന്ന കാണാനൊരു പ്രത്യേക രസമാണ്. ഈ ബിരുദനെ കണ്ടോ, ഇവനിങ്ങനെ കമ്പിന്മേൽ കയറി പോകുന്ന കണ്ടാൽ തോന്നും സർക്കസിലായിരുന്നു എന്ന്. അങ്ങനെ പക്ഷികളെല്ലാം കണ്ട് നടന്നു വരുന്നതിൻ്റെ ഇടയിലാണ് ഒരു ചേട്ടൻ കയ്യിന്മേൽ പാമ്പിനെ ചുറ്റിയിട്ട് നിൽക്കുന്നൊരു കാഴ്ച കണ്ടത്. ഒട്ടും മടിച്ചില്ല, ഒരു 50 രൂപ കൊടുത്ത് നമ്മളും വാങ്ങി ഈ പാമ്പിനെ തോളത്തിട്ടു. പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. ഇത് വിഷമില്ലാത്ത ഇനമാണെന്നൊക്കെ പറഞ്ഞാലും എൻ്റെ ഉള്ളിൽ നല്ല ഭയം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ പാമ്പിനാണ് എനിക്ക് ഏറ്റവും പേടി. ഈ പേടിയൊന്ന് മാറട്ടെ എന്ന് കരുതി കൂടിയാണ് ഞാൻ ഇന്ന് ഈ പാമ്പിനെ എടുത്ത് തോളത്തിട്ടത്. പാമ്പിനെ തോളിടാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഗഗൻമോൻ പാരറ്റിൽ ഒതുങ്ങി. ഇവനെ ഗഗൻമോനെ പോലെ കുറേ കുട്ടികളുണ്ട് പാരറ്റിനെ തോളത്ത് വയ്ക്കാനും കൊഞ്ചിക്കാനൊക്കെ താല്പര്യമായിട്ട്. പക്ഷേ ഇവറ്റങ്ങളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ പേടിച്ച് നിൽക്കുന്നതാണ് എപ്പോഴും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. എൻ്റെ ഒപ്പം അവിടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ ആ പാമ്പിന് മുത്തം കൊടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റി. എനിക്കത്ര ധൈര്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. ആൽബിനോ ബോൾ പൈതൻ എന്നൊരു ഇനം പാമ്പാണിത്. ഹാരിസിൻ്റെ ധൈര്യമെല്ലാം പോയ വഴി നോക്കിയേ പേടിച്ചൊതുങ്ങിയാണ് ആൾ നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ നിരവധി പാമ്പുകളെ കാണാൻ കഴിയും. ഇങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഗൈമോൾ വന്നിട്ട് പറഞ്ഞത്, അച്ഛാ എനിക്കും ഒരു പാമ്പിനെ വന്ന് തോളിൽ വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ഗൈമോളുടെ തോളിൽ വെച്ചപ്പോൾ ഒരു ഈച്ച ഗൈമോൾ കുറച്ച് നേരം ശല്യമൊക്കെ ചെയ്യാൻ വന്നു കേട്ടോ. എന്നാൽ അവൾ ധൈര്യത്തോടെ നിന്നു. കുറച്ചധികം നേരം തന്നെ ഈ പാമ്പിനെ തോളിൽ വെച്ച് ധൈര്യത്തോടെ നിന്നു. അത്യാവശ്യം വലുപ്പമുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടെഗുവും ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള ഷുഗർ ഗ്ലൈഡറിനെയും നമുക്ക് ഇതിനകത്ത് തന്നെ കാണാൻ കഴിഞ്ഞു കേട്ടോ. പിന്നെയും വിവിധതരം തത്തകളും ചില ബുക്ക് സ്റ്റാളുകളും ചില കൊമേഴ്ഷ്യൽ സ്റ്റാളുകളും ഒക്കെ ഇതിനകത്ത് തന്നെയുണ്ട്. തരക്കേടില്ലാത്തൊരു ഫുഡ് കൗണ്ടറും ഐസ്ക്രീം കൗണ്ടറും ഒക്കെ ഇതിനകത്തുണ്ട്. ഇവിടെ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ നമുക്ക് നേരെ കുറച്ച് റൈഡുകളിലേക്കൊക്കെ പോകാൻ കഴിയും. റൈഡുകളുടെ എണ്ണം കുറവാണെങ്കിലും യന്ത്ര ഊഞ്ഞാലും കുട്ടികളെ ആകർഷിക്കാവുന്ന രീതിയിലുള്ള വഞ്ചി ഊഞ്ഞാലും ഒക്കെ ഇതിനകത്ത് ഇപ്പോഴുണ്ട്. ഇനി കൂടുതൽ റൈഡുകൾ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ചെറിയ കുട്ടികൾക്കൊക്കെ ചാടി മറിയാവുന്ന ഒരു റൈഡുണ്ട്. അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഇത്തരം കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇവിടെ നല്ല രീതിയിലൊരു കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതാണ്. കൂടാതെ ഇവിടെ ഒട്ടകത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കാനും കുതിരപ്പുറത്ത് സഞ്ചരിക്കാനുള്ളൊരു അവസരമൊക്കെ ഇവിടെ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. അതിനെല്ലാം അഡീഷണൽ പൈസ കൊടുക്കേണ്ടി വരും. എന്നിരുന്നാലും ജീവിതത്തിൽ കാണാൻ പറ്റാവുന്ന കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.